ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രീമി വൈറ്റ് സോസ് നൂഡിൽസ് ആണ്. സോ നമുക്കിനി വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് ഹക്ക നൂഡിൽസ് ആണ്. നമ്മളത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര വെന്ത് ഉടയുന്ന രീതിക്കല്ല, അതായത് അതിന് പാകത്തിനുള്ളൊരു വേവാക്കി നമ്മൾ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഗാർലിക്കാണ്, ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്ക്. ഇത് ഞാനൊരു 6 to 7 ഗാർലിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒനിയനാണ് വേണ്ടത്. ഇവിടെ ഞാൻ 2 ഒനിയനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഷേപ്പുകളും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന്. നമുക്ക് പിന്നെ അത്യാവശ്യം വലിയൊരു കപ്പ് റോ മിൽക്ക് വേണം. ഇനി നമുക്കൊരു കടായി വെച്ച് നന്നായിട്ട് ചൂടായി വരുന്ന നേരത്ത് നമുക്ക് നമ്മൾ ക്രീമി വൈറ്റ് സോസ് നൂഡിൽസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നന്നായി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്ര എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ 1 man show ആയ കാരണം എന്താ പറയുക, ഇത് പിടിക്കലും ഇത് പിടിച്ചിടലും ഒക്കെ കൂടി നടക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് വാട്ടി കൊടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് എനിക്ക് മുന്നേ ഇട്ടത് ഫ്രൈ പോലെ ആവുന്ന ലാസ്റ്റ് എല്ലാവർക്കും വരുമ്പോൾ, അപ്പോൾ അതെനിക്കിഷ്ടമല്ല. ഈ എന്താ പറയുക, നൂഡിൽസിന് എനിക്കത് ഇഷ്ടമല്ല. സോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴൊക്കെ ഒന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെ പിങ്ക് കളറിൽ എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ ഉള്ളിക്ക് വേണ്ടത്. ഇതിനേക്കാളും മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, ബിരിയാണിയിൽ ഇടുന്ന പരിവാവും. സോ നമുക്ക് ഈ ഒരു പരുവത്തിൽ ആണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് പാസ്ത ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ വേറൊരു മസാലക്കും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് സോൾട്ടും പിന്നെ അതുപോലെ തന്നെ പെപ്പർ പൗഡറുമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അങ്ങനെ സ്പൈസ് ടോളറൻസ് ഇല്ലാത്ത ആരില്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യത്തിന് ഇടുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്യാപ്സിക്കത്തിൻ്റെ ഈ ഒരു ഗ്രീൻ കളറൊക്കെ പോയിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ടൈമിൽ നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പാസ്ത സോസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് വേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ കളറൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ തന്നെ പാലിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞു. പാലൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ആ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് വൈറ്റ് സോസ്. സോ നമുക്കിങ്ങനെ തിള വരുന്ന സമയത്ത് എൻ്റെ ഇട്ട് കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ 2 ടേബിൾ സ്പൂൺ കാണില്ല. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കും. അധികം നേരം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യം നല്ല പോലെ കൈ പൊള്ളുന്നുണ്ട്. ഇത് ക്ലംസ് ഇല്ലാണ്ട് ഇളക്കിയെടുക്കണേ. ഒട്ടും ക്ലംസ് വരാൻ പാടില്ല. ക്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പാണ്. ഇതിനൊന്നും നോക്കണ്ട, അത്ര ഫ്ലോപ്പ്. സെർച്ച് വരുന്നുണ്ട്. ഇനി അത് കുറുകി വന്നോളും. അത് നോക്കണ്ട നിങ്ങൾ. ഞാൻ നേരത്തെ മുന്നേ സ്റ്റോക്കിട്ട് വെള്ളം എടുത്ത് വെച്ചിരുന്നു, അത് ഒഴിച്ച് കൊടുക്കാം. അതായത് നമ്മുടെ നൂഡിൽസ് ഒഴിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരുന്ന വരെ നമ്മൾ എണ്ണങ്ങാണ്ടിരിക്കണം. എണ്ണങ്ങാണ്ടിരിക്കാൻ നിങ്ങൾ ഇളക്കണം കേട്ടോ. ഇളക്കാട്ട് കഴിഞ്ഞാൽ നടക്കില്ല. ഇളക്കി കൊടുക്കാം.
വല്ലാണ്ട് ടൈനെ ആർഭാടാക്കാൻ നിൽക്കണ്ട. അപ്പം തന്നെ അത് ചെറിയ ചൂടിൽ തന്നെ അത് കൺസിസ്റ്റൻസി ഉണ്ടോ ആയി വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്താവും നമുക്ക് നോക്കാം. വൈറ്റ് സോസ് പാസ്തയിൽ ഇനിയൊരു ട്വിസ്റ്റിന് നമ്മൾ കുറച്ച് സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം ഇതിലെന്തിനാ സോസിൻ്റെ ആവശ്യം അങ്ങനെ. പക്ഷെ നമ്മളിതിൽ വേറെ നമുക്കൊരു പുളിപ്പിന് വേണ്ടിയിട്ടൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ കൊഞ്ചം സോസ് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും പോലും ഇതിനുള്ളിൽ ഇതാവരുത് കേട്ടോ. എന്താവരുത്, ഇളകാണ്ടിരിക്കരുത്. എല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് സൂപ്പറാക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത നമ്മൾ കളർ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ റെഡ് സോസ് പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടിക്കൊന്നും പിടിച്ചത് വൈറ്റ് സോസ് പാസ്ത തന്നെയാണ്. റെഡൊന്നല്ല, ഇതൊരു സോസ് പാസ്തയാണ്. കൺസിസ്റ്റൻസി കറക്റ്റ് റേറ്റ്. നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിലേക്ക് ഉപ്പൊക്കെ ഇടാനുണ്ട്. ഇനി ബാക്കി പിടിക്കുന്നതിന് മുന്നിട്ട് കുറച്ചുകൂടി ദൂരെ പോയിട്ട് പറയായിരുന്നു. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള സ്പീഡിൽ കുറച്ച് പെപ്പർ പൗഡർ ഇത് മതി. അത് കഴിക്കാൻ തീരെ അറിയില്ലല്ലോ. ഇനി നമുക്ക് കുറച്ച് ഒരിഗാനോ ഇടണം. നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ട മതി. അത് ഇത് വേണം, ഇതിൽ വേറെ ഇടാമല്ലേ. സോ എല്ലാതും വൈ മിക്സ് ചെയ്യും. നല്ല സ്മെല്ല്, ഒരു സൂപ്പിന്റെ ഒക്കെ പോലെ. ഉണ്ടാക്കുന്നത് സൂപ്പിന്റെ വരുന്നത് അതാണ്. ഷെഫ് മാറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആർക്കും ഒരു ഐഡിയ പോരാടി എല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും. അതെ, നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഏതൊരു ഞാനൊരു സ്പെഷ്യൽ റൈസിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, എന്താ ഹക്കീമ റൈസ് അല്ല, കീമ റൈസ്, കൈമ റൈസ്. റൈസ് അടിക്ക് പിടിക്കുന്നുണ്ടോ? അപ്പം അധികം ഉപ്പും അധികം ഇതൊന്നുമില്ല. അതിലൊരു ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. എല്ലാം കൊണ്ട് സെറ്റ്. ഇനി നമുക്ക് നമ്മുടെ വെജീസ് നേരത്തെ ഉണ്ടാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ വെജീസില്ലേ, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെജീസ് എന്ന് പറയാൻ ഇവിടെ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. അത് നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഈ സോസിലേക്ക് ഇറങ്ങിക്കോളും. അതായത് നേരത്തെ മുന്നിട്ടിരുന്ന ഇതിലിട്ടിരുന്ന ഉപ്പും ഒക്കെ കൂടി ആകുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം കുഞ്ഞിൻ്റെ ഉപ്പായിട്ടുള്ള ബന്ധം. ഉപ്പിനൊരു കുഴപ്പം അതിന് പറഞ്ഞിട്ടുണ്ടായി അമ്മ. ഉപ്പും ഞാനായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ അമ്മയുടെ വാക്കുകൾ. സോ നമ്മൾ നേരത്തെ ഉപ്പും ഒരിത്തിരിയും എണ്ണ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത്. ഈ അമ്മയുടെ സൗണ്ടൊക്കെ വെക്കുമ്പോൾ വിഷമിക്കണ്ട, ഞാൻ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വഭാവം ഷെഫൊന്നല്ല ഞാൻ. അത് അങ്ങനെ ആവണല്ലോ, ഒരാൾക്ക് പ്രസന്റ് ചെയ്ത് കാണിക്കണമെന്ന് വെച്ചാൽ നല്ല ചെയ്യണം. ഇനി അമ്മ ചെയ്യുന്നതായിരിക്കും. ഇതെന്താ അമ്മ വന്നു ഇപ്പൊ എന്റെ ഇടയിൽ? ഞാൻ ടേസ്റ്റ് ഒക്കെ വിളിച്ചതല്ലേ. നന്നാ ചെയ്തോ. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറില്ല. എനിക്കൊരു സാധനം ഉണ്ടാക്കാൻ അറിയാത്ത എനിക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം. ക്ഷമ തിരി വേണമെന്നുള്ളോ. ഞാൻ വിചാരിച്ചത് അമ്മെല്ലാം ചെയ്തെന്റെ കുഴപ്പമൊന്നും. എന്താ കറക്റ്റ് ചെയ്യില്ല. എന്റെ സോസിന്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ചെയ്ത് ഇപ്പൊ തന്നെ തിന്നണം, അല്ലെങ്കിൽ ഇതിപ്പോ കേടാവാനുള്ള ചാൻസ്. കേടാവാൻ സെൻസ് ഈ സോസൊക്കെ പറ്റിക്കും. അപ്പൊ നമ്മള് ഇതിൽ തിന്നണം. അമ്മ തിന്നിട്ട് എങ്ങനെയാണെന്ന് പറയും.
പൊരടി സമ്മതിച്ചിരിക്കുന്നു ഗൈസ്, പൊരടി സമ്മതിച്ചിരിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ കഴിഞ്ഞിരിക്കണം. പ്ലേറ്റ് എടുക്കാൻ തിന്നാം. ആദ്യം ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായ അമ്മ സെർവ് ചെയ്യാനും വന്നു ഗൈസ്. അപ്പം അമ്മ ഇവിടെ സെർവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഭദ്രക്കുട്ടിയുടെ ഒരു പാട്ട് കേൾക്കാം. ആള് പറഞ്ഞിട്ടേ ഇല്ല, ആള് ഇതിൻ്റെ ഇടയിൽ പോയി ഷൂട്ട് ചെയ്തതാണ്. कल मिले जो कल मिले हाय कल मिले हमको भूल गए आज रे हाय दगा पास रे हाय दगा पास रे तूरे नैना बड़े दगा पास रे. തിന്നിട്ട് അഭിപ്രായം പറ. അടിപൊളിയാണ്. ഫോണിത്തോണ്ടിരിക്കണോ അമ്മയ്ക്ക് എന്തോ അർജന്റായിട്ട് മീറ്റിംഗുള്ള പോലെയൊക്കെയാണ് അമ്മയുടെ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട. മുട്ട മേടിക്കോ കുഞ്ഞിപ്പൂ പറ കഴിക്ക്. ഞാൻ ഉണ്ടാക്കിയ സാധനം എന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ടാണോ പറയിപ്പിക്കാൻ? കഴിക്കുന്നേ കഴിക്കടാ. വെക്കാൻ പറ്റില്ലേ അത്? ഓ അത് വല്ലാത്ത സൂപ്പർ സാധനം. നല്ല സാധനം. എനിക്ക് വലിയ ഭയങ്കര മസാല ഒന്നും ഉണ്ടാവില്ല. നോർമൽ ഗുഡ് തിങ്.